ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷാലോം ടീം നയിച്ച ചെന്നൈ കൺവെൻഷൻ ഫിയാത്ത് 2016. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് ഏതാനും ചിന്തകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈശോ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബങ്ങളെ, നാം ഓരോരുത്തരും വസിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ ഈ സമയം നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരാം. ആരൊരു രസികനായ ഒരു മനുഷ്യൻ ഇന്നത്തെ കുടുംബത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ, അദ്ദേഹം ഇന്നത്തെ കുടുംബത്തെ ഉപമിച്ച ചില കാര്യങ്ങൾ, അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ കുടുംബങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ കുടുംബങ്ങൾ ഒരു ഹോസ്റ്റലായിട്ട് എനിക്ക് തോന്നുകയാണ്. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കറിയാം ഹോസ്റ്റലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. അവിടെ എന്തൊക്കെ കൊടുത്താലും എന്തൊക്കെ ചെയ്താലും ഒക്കെ അസ്വസ്ഥരാ, അസംതൃപ്തരാ. ഹോസ്റ്റലിൻ്റെ കൂടെ, ഹോസ്റ്റലിൻ്റെ നടുവിൽ കുറേ നാൾ ജീവിച്ചതിൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കത് പറയാൻ സാധിക്കും. അത് കണ്ടിട്ടായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞത്, കുടുംബം ഒരു ഹോസ്റ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അസ്വസ്ഥര നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ, അസ്വസ്ഥരായിട്ടുള്ള ഏതാനും പേര് ഒരുമിച്ച് വസിക്കുന്ന ഒരിടം. വീണ്ടും അദ്ദേഹം പറഞ്ഞു, അത് ഒരു ലോഡ്ജാണെന്ന്, അന്തിയുറങ്ങാനുള്ളൊരു സ്ഥലം. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഇതൊരു ഹോട്ടലാണെന്ന്, ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലം. വീണ്ടും അദ്ദേഹം പറഞ്ഞു, സിനിമയ്ക്കും സീരിയലിനും വേണ്ടിയിട്ടുള്ള ഒരു തിയേറ്ററാണ് കുടുംബമെന്ന്. സത്യമാണോ? അത് നമുക്ക് ഓർക്കേണ്ടതുണ്ട്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഇമെയിൽ ചാറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് കഫേയാണ് കുടുംബമെന്ന്, വായിക്കാനൊരു ലൈബ്രറിയാണ് കുടുംബമെന്ന്. ഒരുപക്ഷേ അതിശയോക്തിപരമായിട്ട് അദ്ദേഹം പറഞ്ഞതാണതെങ്കിലും അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാൻ ഈ അവസരം നമ്മൾ വിനിയോഗിക്കേണ്ടതുണ്ട്. അതേസമയം കുടുംബത്തെക്കുറിച്ച് സഭയുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. സഭയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2204 ഖണ്ഡികയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, കുടുംബം അത് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഒരു സമൂഹമാണ്. എന്താണ് കുടുംബം? കുടുംബം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഒരു സമൂഹമാണ്. ഇതാണ് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത്. കുടുംബം വിശ്വാസത്തിൻ്റെ ഒരു സമൂഹമാണ്, വിശ്വാസികളുടെ ഒരു സമൂഹമാണ്. വിശ്വാസത്തിൻ്റെ സമൂഹം എന്ന് പറയുമ്പോൾ, വിശ്വാസികളുടെ സമൂഹം എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ,
അവിടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ഒരു സമൂഹമാണത്. പരസ്പരം വിശ്വസിക്കുന്നവരുടെ ഒരു സമൂഹമാണത്. ദൈവത്തിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ വളരുകയും ആ വിശ്വാസത്തിൽ നിറയുകയും ആ വിശ്വാസത്തിൽ തളിരിടുകയും ആ വിശ്വാസത്തിൽ ഫലം കായ്ക്കുകയും ചെയ്യുന്ന ഒരു ഇടം, ഒരു സമൂഹമാണ് കുടുംബം. പക്ഷേ ഇന്ന് നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർത്തു നോക്കുക, നമ്മളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ കുടുംബങ്ങള് വിശ്വാസത്തിന്റെ നിറകുടമായിട്ട് നിൽക്കുന്നുണ്ടോ? ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ കുടുംബങ്ങളിൽ എത്രമാത്രമുണ്ട്? ഈ ദൈവവിശ്വാസത്തില് നമ്മുടെ കുടുംബത്തിലുള്ളവരെ, നമ്മുടെ കൊച്ചുമക്കളെ വളർത്തി വലുതാക്കാൻ, അവരെ നിലനിർത്താനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രിയമുള്ളവർ, എത്ര കുടുംബങ്ങളില് പ്രാർത്ഥനയുടെ ചൈതന്യവും അരൂപിയുമുണ്ട്. എത്ര കുടുംബങ്ങളില്, നമ്മുടെ കുടുംബങ്ങളുടെ നടുത്തളങ്ങളില് സന്ധ്യയാകുമ്പോൾ തമ്പുരാനിലേക്ക് ഉയരുന്ന മനങ്ങൾ ഒത്തുചേരുന്നുണ്ട്. തമ്പുരാനിലേക്ക് ഉയരുന്ന ഹൃദയങ്ങൾ എത്ര കുടുംബങ്ങളിൽ ഒത്തുചേരുന്നുണ്ട്. ആരെയും കിട്ടാനില്ല അച്ഛാ. പല മാമമാരുടെയും അപ്പൂപ്പന്മാരുടെയും അവരുടെ രോദനമാണ്. വൈകുന്നേരമായാൽ ആരെയും കിട്ടാനില്ല. എന്തിനു വേണ്ടിയിട്ടാ? പ്രാർത്ഥന ചെല്ലാൻ ആരെയും കിട്ടാറില്ല. പ്രാർത്ഥന ചെല്ലാനായിട്ട് ആരെയും കിട്ടാറില്ല. അവരുടെ വേദനയാണത്. അവർക്കൊരിക്കലും ചിന്തിക്കാനായിട്ട് സാധിക്കാതിരുന്ന ഒരു കാര്യം, പ്രാർത്ഥനയില്ലാതെ ഒരു സന്ധ്യാവേള കടന്നു പോകാൻ അനുവദിക്കാതിരുന്ന നമ്മുടെ കാരുണ്യവന്മാര്, അവർക്കിതൊക്കെ കാണുമ്പോൾ അവരുടെ ഹൃദയം വേദനിക്കുന്നു, മനസ്സ് നൊമ്പരപ്പെടുന്നു. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക്, ചെറുതലമുറയ്ക്ക്, ആ ചെറുതലമുറയെ കണ്ടുപഠിക്കുന്ന കുഞ്ഞുമക്കൾക്ക് അപ്രകാരം ഒരു ചിന്ത അവരുടെ മനസ്സിലില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, the praying family, that praying family is strong enough. അത് ശക്തമുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം ഉപയോഗിച്ചതാണ്. മാതാപിതാക്കന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം, ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ടും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്ന കുടുംബം, കൊച്ചുമക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബം, ആ കുടുംബം ശക്തിയുള്ളതാണ്. നാരകീയ ശക്തികള്, ലോകത്തിന്റെ ശക്തികള് ആ കുടുംബത്തിൽ ആഞ്ഞടിച്ചാലും ആ കുടുംബം തകരില്ല, ആ കുടുംബത്തിന്റെ ഐക്യം നഷ്ടപ്പെടില്ല, ആ കുടുംബത്തിൽ വിശ്വാസം ക്ഷയിക്കില്ല. ആ കുടുംബത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ആ കുടുംബം ശക്തമായിട്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ സ്വന്തം കുടുംബത്തില് ഇന്ന് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ, തകർച്ചകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കുക. പരിശുദ്ധ പിതാവ് പറഞ്ഞു, നമ്മുടെ കുടുംബങ്ങൾ ശക്തിപ്പെടണമെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന്. ഈ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ടോ? അപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, മക്കളെവിടെ? യുവാക്കളെവിടെ? പ്രിയമുള്ളവരെ, എന്താണ് കുടുംബത്തെ ശക്തിപ്പെടുത്തുന്ന മറ്റു കാര്യം? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വീണ്ടും പറയുക, 2205 ഖണ്ഡികയിൽ വീണ്ടും പറയുക, ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിലും ബലിയിലും പങ്കെടുക്കുവാൻ അത് വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രൈസ്തവ കുടുംബം ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിലും ബലിയിലും പങ്കെടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. അനുദിന പ്രാർത്ഥനയും ദൈവവചന വായനയും അതിനെ സ്നേഹത്തിൽ ശക്തിപ്പെടുത്തുന്നു. എന്താണ് അനുദിന പ്രാർത്ഥനയും ദൈവവചന വായനയും അനുദിന ബലിയും? സ്നേഹമുള്ളവരെ, നമ്മളുടെ കുടുംബങ്ങളില് ഈ അനുദിന പ്രാർത്ഥനയും ഈ വചനം പങ്കുവെക്കലും വിശുദ്ധ ബലിയിലുള്ള പങ്കാളിത്തവും എത്ര പേർക്കുണ്ട്? തമ്പുരാന്റെ വചനത്തില്, വിശുദ്ധമായിട്ടുള്ള ബലിയില്, അനുദിന പ്രാർത്ഥനയില് നമ്മൾ നിലനിന്നാൽ നമ്മുടെ കുടുംബം സ്നേഹത്തിൽ നിലനിൽക്കും. അപ്രകാരം നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കുന്നുണ്ടോ, വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കുക. നമ്മുടെ കുടുംബം എപ്രകാരമാണ്?
കുടുംബങ്ങളുടെ ഉള്ളിൽ നിന്ന് തകർച്ചകളാ. കുടുംബങ്ങളെ കുറിച്ച് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ കുടുംബത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് അദ്ദേഹം ഭാവനാപൂർവം പറഞ്ഞത് ഞാൻ സൂചിപ്പിച്ചു. പക്ഷെ അതിന്റെ അങ്ങാപ്പുറമുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഇന്ന് പങ്കുവെക്കലും സ്നേഹവും കുറഞ്ഞുപോയി. പങ്കുവെക്കലും സ്നേഹവും കുറഞ്ഞുപോയി. ആർക്കാ പങ്കുവെക്കുക? ഈ ആകെയുള്ള ഒരെണ്ണത്തിനോ, ഈ ആകെയുള്ള രണ്ടെണ്ണത്തിനോ, ഒന്നരെണ്ണത്തിനോ ആർക്കാ ഞാൻ പങ്കുവെക്കുക? പങ്കുവെക്കാനായിട്ട് മടിച്ചു നിൽക്കുന്ന ഒരു പിതാവിന്റെ, ഒരു മാതാവിന്റെ മകൻ, അത് കണ്ട് വളരുന്ന ആ മക്കള് സ്വാർത്ഥതയുടെ മക്കളായിട്ട് മാറുക. സ്വാർത്ഥതയുടെ മക്കള്. ആര് വേദനിച്ചാലും വിരോധമില്ല, ആര് ദുഃഖിച്ചാലും വിരോധമില്ല, അപ്പൻ കഷ്ടപ്പെട്ടാലും വിരോധമില്ല, അമ്മ കഞ്ഞി കുടിച്ചില്ലെങ്കിലും വിരോധമില്ല, ഞങ്ങളുടെ കാര്യം നടക്കണം. ഈ ചിന്തയിലേക്ക് ഇന്ന് നിങ്ങളുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇവിടെ ഇരിക്കുന്ന പ്രായമായിട്ടുള്ള കാരണവന്മാര് ഭാഗ്യം ചെയ്തവരാ. എന്തുകൊണ്ടാണ് അവർ ഭാഗ്യം ചെയ്തവരെന്ന് പറയുക? അവരെ സംബന്ധിച്ചിടത്തോളം ഒരെണ്ണത്തിന്റെ അടുത്ത് നിന്ന് ഒരു തട്ട് കിട്ടിയാൽ അടുത്തതിന്റെ അടുത്ത് എന്ന് വീഴാൻ പറ്റും. അവിടുന്ന് കിട്ടിയാല് അടുത്ത പറമ്പിൽ ചെന്ന് വീഴും, അടുത്ത വീട്ടിൽ ചെന്ന് വീഴും. എന്റെ സ്നേഹമുള്ള ഈ ഒന്നും ഒന്നരയും കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടിരിക്കുന്ന എന്റെ ചെറുപ്പം മാതാപിതാക്കന്മാരെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളെ തട്ടിയാൽ നിങ്ങൾ എവിടെ ചെന്ന് വീഴും? കത്തോലിക്ക സഭയ്ക്ക് ഇഷ്ടം പോലെ പണിയാവും. എന്താ പണി? ഓർഫനേജുകൾ തുടങ്ങുക എന്നുള്ളത്. നമുക്കുണ്ടല്ലോ ഒരെണ്ണം. ഓർത്ത് നോക്കുക, നമ്മുടെ മക്കള് കുടുംബത്തിന്റെ അനുഗ്രഹമായിട്ട്, സമ്പന്ന കൃപയായിട്ട് ദൈവം നൽകുമ്പോൾ ആ മക്കളെ സ്വീകരിക്കാൻ നമ്മൾ മടി കാണിച്ചാല്, ആ മക്കൾക്ക് ജീവിതത്തെ പങ്കുവെച്ച് കൊടുക്കാനായിട്ട്, ജീവിതത്തെ മുറിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറായാല്, ഈ മക്കളും ആ ജീവിതത്തെ പങ്കുവെക്കുന്നവരായി, ജീവിതത്തെ മുറിച്ചു കൊടുക്കുന്നവരായിട്ട് മാറും. അതിന്നില്ല എനിക്ക് കിട്ടിയത് എനിക്ക്. ഈ സ്വാർത്ഥതയും പരസ്പരം പങ്കുവെക്കലും അത് നഷ്ടപ്പെട്ടിരിക്കുക ഇന്നത്തെ കുടുംബത്തിലെ നമ്മുടെ മക്കൾക്ക്. ശാരീരികമായിട്ടുള്ള ആരോഗ്യവും മാനസികമായ ആരോഗ്യവും കുറഞ്ഞു. എല്ലാത്തിനെയും കണ്ട എന്താ ചന്തം. പക്ഷേ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ, 16കാരന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ 8കാരന്റെ പക്വതയില്ല, വളർച്ചയില്ല. അവൻ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങള്, അവള് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങള് നമുക്കൊന്നും ചിന്തിക്കാനായിട്ട് പറ്റാത്ത വിധത്തില്. അവിടെയും അമ്മ വേണം, അവിടെയും അപ്പൻ വേണം. അങ്ങോട്ട് തിരിയണമെങ്കിലും ഇങ്ങോട്ട് തിരിയണമെങ്കിലും അപ്പനുണ്ടെങ്കിലേ അമ്മയുണ്ടെങ്കിലേ പറ്റൂ. ഈ ഒരെണ്ണേ ഉള്ളൂ. അതിനെ അങ്ങോട്ട് വെച്ചാൽ എന്താവും, ഇങ്ങോട്ട് വെച്ചാൽ എന്താവും? അപ്പൊ കാറ്റും കൊള്ളിക്കില്ല, വെയിലും കൊള്ളിക്കില്ല, മഴയും കൊള്ളിക്കില്ല. കിട്ടിയതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് തീറ്റി 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 അതിനും ഷേപ്പ് ഇല്ലാണ്ടായി അവസാനമാകുമ്പോൾ അപ്പൻ്റെ അമ്മയുടെയും ഷേപ്പ് അവർ കളയും. ഇതാണ് ഇന്ന് വളർന്നു വരുന്ന കൊച്ചുമക്കളുടെ വേറൊരു രൂപം. പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ടുള്ള ശക്തി ആർജിക്കാത്ത മക്കള്. മുൻപ് കുടുംബത്തിൽ തല്ലുപിടിക്കുമ്പോൾ അപ്പന്റെയും അമ്മയുടെയും അടി കിട്ടിയിരുന്നെങ്കിൽ ആ അടിക്ക്, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്ന് ചേച്ചിയുടെ കയ്യിൽ നിന്നും ഇടി കിട്ടിയിരുന്നെങ്കിൽ ആ ഇടിയും അടിയും ഒക്കെ നൽകിയിരുന്ന ഒരു റെസിസ്റ്റൻസ് പവറുണ്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാനായിട്ടൊരു മനക്കരുത്ത് ആ ചെറുപ്രായത്തിൽ സ്വന്തമാക്കിയിരുന്നെങ്കിൽ ഇന്നത്തെ മക്കൾക്ക് ഇത് കിട്ടാനുള്ള യോഗമില്ല. അത് കാരണം വല്ലപ്പോഴും അപ്പനും അമ്മയും ഒന്ന് കൊടുത്താൽ തിരിച്ചു കിട്ടുമോ എന്നുള്ള സംശയം കൊണ്ടാ കൊടുക്കുന്നത്. ചിലർക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നതാ. നോ കമ്മ്യൂണിക്കേഷൻ ഇന്ന് കുടുംബത്തില്. നോ കമ്മ്യൂണിക്കേഷൻ. വലിയ വീട് പണിയുമ്പോൾ വീടിന്റെ നടുക്ക് രണ്ട് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഒന്ന് ഈശോയുടെ ഒരു രൂപം വെക്കാൻ, അതിന്റെ അടിയിൽ 38 ഇഞ്ചിന്റെ 40 ഇഞ്ചിന്റെ 60 ഇഞ്ചിന്റെ ഒരു TV വെക്കാൻ. മുകളിലേക്ക് തമ്പുരാനെ നോക്കണം, താഴേക്ക് പക്ഷെ തമ്പുരാനെ നോക്കുന്ന നേരം കുറവും താഴേക്ക് നോക്കുന്ന നേരം കൂടുതലും. തമ്പുരാനെ നോക്കിയാൽ മനുഷ്യന്റെ മനസ്സിലേക്ക് നന്മയുടെ ചിന്തകൾ ഇറങ്ങുമ്പോൾ ഈ പെട്ടിയിൽ നോക്കിയാൽ മനുഷ്യന്റെ മനസ്സിലേക്ക് കിട്ടുന്നത് എന്തൊക്കെയാ? എവിടെയാ കൂടുതൽ നേരം നോക്കിയിരിക്കുന്നത്? പിള്ളേരുടെ പല്ലൊക്കെ ഉന്തി വരിക. കാരണം എന്താ?
കടട കച്ചവടക്കാരിന്ന് എണ്ണം പെരുകി വരിക. കാരണം എന്താ? കൊച്ചിന് ഊണ് കഴിക്കണമെങ്കിൽ, കൊച്ചു പാല് കുടിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ പെട്ടിയിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. മുമ്പ് വയറ്റിലേക്ക് എന്തെങ്കിലും ഇട്ട് കൊടുത്തെങ്കിൽ മതിയായിരുന്നു. ഇന്ന് ഈ പെട്ടിയിൽ കാസറ്റ് ഇട്ട് കൊടുക്കണം. ഈ കാസറ്റ് ഇട്ട് കൊടുത്താൽ കൊച്ചു പാല് കുടിക്കുള്ളൂ, കൊച്ചു ഉറങ്ങുള്ളൂ, കൊച്ചു മൂത്രം ഒഴിക്കുള്ളൂ. അവിടെ വരെ എത്തി. ഇതിനു വേണ്ടിയിട്ട് കാരണവന്മാർ കണക്ക് കൂട്ടി തന്നെയാ ഒരെണ്ണം ഇതുപോലെ പണിത് വെക്കുന്നേ. ഇതിങ്ങനെ ഒരെണ്ണം പണിത് വെക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം അറിയാൻ പാടില്ലാത്ത കുറെ മക്കള്. കാരണവന്മാർക്കും വർത്തമാനം പറയാൻ നേരമില്ല, മക്കൾക്കും വർത്തമാനം പറയാൻ നേരമില്ല. മക്കൾക്കൊക്കെ ഉള്ളത് റെഡിമെയ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജില്. സ്കൂളിൽ നിന്ന് ചെന്നോ, എടുത്ത് തിന്നോ, ടി വി ഓൺ ചെയ്തോ, ഉണ്ടോ, ഉറങ്ങിക്കോ. പിന്നെ കാരണവന്മാർക്ക് പറയാൻ ഒരൊറ്റ വാക്കുള്ളൂ, എന്തുട്ടാ? പടി 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 പടി. എന്താണ് അത്? കാരണം നാട്ടില് അമ്മയ്ക്ക് പിള്ളേർ ഒരു പേരിട്ടിട്ടുണ്ട്. എന്താ പേരെന്നറിയാമോ? കൊതുക്. കാരണം ഏത് നേരവും ചവിട്ടി ചെന്നിട്ട് ഇതാ പറയുന്നത്, പടി 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 പടി. നമുക്ക് അറിഞ്ഞൂടെ, നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, ഈ ഗ്രൗണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ കൊതുക് വന്നിട്ട് മൂടും. അതിന് കൊച്ചുമക്കൾ വളരെ ഭാവനാശേഷിയുള്ളവരാ. ആ ഭാവനാശേഷിയുള്ള മക്കൾ പേരിട്ടിരിക്കുക കൊതുക്. മക്കളെ, നേരത്തെ ഡോക്ടർ ജോൺ ഡി പ്രസംഗിച്ചപ്പോ പറഞ്ഞു, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണോന്ന്, വേദപാഠം പഠിക്കണോന്ന്, വിശ്വാസം പഠിക്കണോന്ന്. ഏതെങ്കിലും അപ്പനും അമ്മയും പറയാറുണ്ടോ? പറയുന്ന നല്ല മാതാപിതാക്കന്മാരുണ്ട് കേട്ടോ. നേരമില്ല മക്കളോട് വർത്തമാനം പറയാൻ. നിങ്ങളുടെ പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട എൻ്റെ പ്രിയപ്പെട്ട മമ്മി പപ്പ, നിങ്ങളുടെ സ്നേഹം എനിക്ക് വേണം എന്ന് ഹൃദയം മുട്ടി പറയുന്ന മക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ കൺവെൻഷനിൽ ഇരിക്കുന്നുണ്ട്. കുറച്ച് സമയം നിങ്ങൾ കാശ് കൊടുത്തില്ലെങ്കിലും, റെഡിമെയ്ഡ് ഫുഡ് ബർഗർ മേടിച്ചു കൊടുത്തില്ലെങ്കിലും, സ്നേഹമുള്ളവരെ, നിങ്ങളുടെ മടിയിലിരുന്ന് നിങ്ങളെ കാണാനും, നിങ്ങളോട് സംസാരിക്കാനും, നിങ്ങളോട് സംവാദം ചെയ്യാനും, നിങ്ങൾ അങ്ങോട്ട് പറയാനും കുറച്ച് നേരം തമ്പുരാന് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് കൊടുത്തോളൂ. അത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ സീരിയലും കഴിഞ്ഞ് പിന്നെ തമ്പുരാന് കൊടുക്കേണ്ട നേരമാകുമ്പോൾ എവിടെ നേരം? ഒക്കെ പാടെ കിടന്നുറങ്ങുക. ചില വീടുകളിലൊക്കെ ചെന്നാൽ പിള്ളേർ നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് പോകുന്നത് എവിടെ നിന്നാ? ചോറും പാത്രം അവിടെ ഉണ്ടാവും, പായ എവിടെ ഉണ്ടാവും. എന്തേ? കൊച്ചുറങ്ങാൻ വേണ്ടിയിട്ട് ടി വി വെച്ച് കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണം കഴിച്ച് അവൻ അതിൽ തന്നെ കിടന്നുറങ്ങി. മമ്മിയും പാപ്പയും വേറെയും പോയി കിടന്നുറങ്ങി. നേരം വെളുത്തു വന്നപ്പോൾ കൊച്ചെവിടെ? കൊച്ച് ഈ പാത്രത്തിന് കെട്ടിപ്പിടിച്ചിട്ട് കിടക്കുക. ഇത് നമ്മളുടെ കുടുംബങ്ങളിലെ പല മക്കളുടെ അവസ്ഥയാ. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം അറിയാൻ പാടില്ലാത്ത മക്കള്. പണമുണ്ട് എന്താ കാര്യം? അറിവുണ്ട് എന്താ കാര്യം? ഡിഗ്രി ഉണ്ട് എന്താ കാര്യം? മിണ്ടാൻ പറ്റുന്നില്ല, പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ ടെൻഷനാ ഇന്ന് എല്ലാവർക്കും. ടെൻഷൻ. വെറുതെ കിടക്കുന്ന അമ്മാമിക്കും ടെൻഷൻ. ഇവിടെ ഇരിക്കുന്നവർ ഇപ്പൊ എന്ത് ടെൻഷനിലായിരിക്കുന്നറിയാമോ? കുടുംബങ്ങളിൽ ഇഷ്ടം പോലെ ടെൻഷൻ ഉണ്ട്. ഭാര്യയും ഭർത്താവും കൂടി ഇന്ന് ടെൻഷന്റെ പിരിമുറുക്കത്തിൽ പിടിച്ചു വലിച്ച് വടം വലിച്ച് പൊട്ടിച്ചിട്ടാ നിൽക്കണേ. ചില കുടുംബങ്ങളൊക്കെ പൊട്ടാറായിട്ടാ നിൽക്കണേ. എന്താ ടെൻഷൻ? ഞാനും ജോലിക്ക് പോണു, നീയും ജോലിക്ക് പോണു. ഞാൻ എടുക്കണ പണി നിനക്കെടുത്താലെന്താ, നീ എടുക്കണ പണി എനിക്കെടുത്താലെന്താ? കെട്ടിയവന്മാര് പഴയ ശീലം വെച്ചിട്ടിരിക്കുക. കാലത്ത് എഴുന്നേറ്റാല് ഒരു കട്ടൻ ചായയും കുടിച്ച് പേപ്പറും വായിച്ച് എടുത്തുകൊണ്ട് വരുന്ന ഉടുപ്പൊക്കെ ധരിച്ച് ഇപ്പൊ കോളേജിൽ പോവാന്ന്, ഓഫീസിൽ പോവാന്ന് എഴുതിയിരിക്കുക. പെണ്ണുങ്ങളാരം മുൻകത്തികള്. വേണമെങ്കിൽ അവിടെ ചേട്ടൻ വേണമെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ ഇന്നലെ ഇട്ട് പൊക്ക. എനിക്കൊരു വിരോധമില്ല. കാരണം എന്നെ അലങ്കരിക്കുന്നതിൽ ഞാൻ സമർത്ഥ്യ, നിന്നെ അലങ്കരിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ആരും ചോദിക്കാൻ പോലും വല്ല ആഘോഷങ്ങൾക്കൊക്കെ അണിഞ്ഞൊരുങ്ങി പോകുമ്പോഴാണ് കെട്ടിയോ ഭാര്യയും ഭർത്താവുന്നുള്ളൂ. അല്ലെങ്കിൽ ജോലിക്കാരനും ജോലിക്കാരിയും. കുടുംബത്തിന്റെ ഉള്ളില് ജോലിക്കാരനും ജോലിക്കാരിയും ഉണ്ടായാ പോരാ. കുടുംബത്തിന്റെ ഉള്ളില് സമ്പാദിക്കുന്നവരുണ്ടായാ പോരാ. കുടുംബത്തിന്റെ ഉള്ളില് അപ്പനുണ്ടാകണം, അമ്മയുണ്ടാകണം, ജീവിതം പങ്കുവെക്കുന്ന ഭാര്യയുണ്ടാകണം, ഭർത്താവ് ഉണ്ടാകണം. അതാണോ നിങ്ങളുടെ കുടുംബം? അതാണോ നിങ്ങളുടെ കുടുംബം? ഈ ടെൻഷന്റെ ഉള്ളിൽ നിൽക്കുമ്പോഴാ നേരം വെളുത്തി പണിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഇടയ്ക്കാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാ ഓടി വന്നിരിക്കുക. അമ്മ എൻ്റെ പുസ്തകം എവിടെയാ? നിന്റെ പുസ്തകം എൻ്റെ കയ്യിലാണ്, കൊടുത്തു അതിൻ്റെ തലക്കിട്ടൊന്ന്. ആരുടെ തലക്കിട്ട് കൊടുക്കേണ്ടതാ? കൊച്ചിന് കൊടുത്തത്? കൊച്ചിന് കൊടുത്തത് കെട്ടിയോന്റെ തലക്കിട്ട് കൊടുക്കേണ്ടതാ. സ്നേഹമുള്ളവരെ,
ഒരുപാട് ടെൻഷൻസ് ഉണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ. ഭാരങ്ങൾ പരസ്പരം പങ്കുവെച്ച് സഹായിക്കാനായിട്ട് തയ്യാറായാൽ ഈ ടെൻഷൻ കുറയും. എൻ്റെ ബാങ്ക് ബാലൻസ് നോക്കിയിട്ട് നിന്റെ ബാങ്ക് ബാലൻസ് നോക്കിയിട്ട് നീ ജീവിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, നിനക്ക് ടെൻഷന് തന്നെ നേരമുണ്ടാവൂ. എന്തൊട്ട് ഭർത്താവ്, എന്തൊട്ട് ഭാര്യ. നിങ്ങൾക്ക് തൃശ്ശൂർ ഭാഷ ഇഷ്ടല്ലേ? ചിന്തിച്ചു നോക്കുക, എന്താ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നത്? സ്നേഹമുള്ളവരെ, മൊബൈലും നല്ലതാണ്, നെറ്റും നല്ലതാണ്. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മക്കളെ ചെറുപ്പമാകുമ്പോഴേക്കും നശിപ്പിക്കണമെന്ന് ഇത്ര വലിയ ആഗ്രഹം? നിങ്ങളുടെ മക്കള് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ചിന്തിക്കേണ്ട എന്തുകൊണ്ടാ? കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാ. അവൻ എവിടെ ആയാലും അവളെ എവിടെ ആയാലും, എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, നിങ്ങളെ വിറ്റ കാശ് ആ മക്കളുടെ പെട്ടിയിലുണ്ട് കേട്ടോ. ഈ മൊബൈലും ഈ ഇന്റർനെറ്റും നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഉദ്ദേശത്തിനല്ല അവർ ഉപയോഗിക്കുന്നത്. അവസാനം ഈ നെറ്റിലൂടെ കളിച്ച് ഒരെണ്ണത്തിനെ പറക്കി വൈകുന്നേരം ആകുമ്പോൾ കുടുംബത്തിൽ കൊണ്ടുവരിക. നിനക്കിതിനെ എവിടെ നിന്ന് കിട്ടി? നെറ്റിന്ന് കിട്ടിയതാ. നമ്മളൊക്കെ നെറ്റ് വല വീശി മീനെ പിടിക്കണ കേട്ടിട്ടുണ്ട്. ഇന്ന് നെറ്റ് വീശിയിട്ട് കണ്ട പെൺകുട്ടികളെ ആൺകുട്ടികളെ പിടിച്ചോണ്ടിരിക്കുക. എന്നിട്ട് അതിനെയും പിടിച്ച് വലിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോ അപ്പൻ അമ്മ ഇത് എവിടുന്ന് കിട്ടിയിട മോനെ, ഇതിനെ എവിടുന്ന് കിട്ടിയിട മോളെ? പ്രായം ഇന്നലെ പറഞ്ഞില്ലേ നെറ്റിക്കൂടെ പ്രേമിച്ച് കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോ തല ഇറങ്ങി വീണുന്ന്. കാരണം പറഞ്ഞെന്തെന്നാ? പ്രേമിച്ച ആൾക്ക് 19 വയസ്സായിരിക്കും കിട്ടിയത്, 60 വയസ്സുകാരനാ. കണ്ടിട്ടില്ലല്ലോ. സ്നേഹമുള്ളവരെ, ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നൊക്കെ നല്ലതാ. പക്ഷേ നിങ്ങളുടെ മക്കള് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഓർക്കണം, നിങ്ങള് ദൈവം കൊണ്ട് എവിടേക്കാ പോണേന്നും കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. പിന്നത്തെ വേറൊരു പ്രശ്നം, ഇഷ്ടമാണ്. ഇന്ന് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, പക്ഷെ ഒരു സാധനം ഇല്ല. എന്താ ഇല്ലാത്തത്? ഇഷ്ടമുണ്ട്, സ്നേഹവും ഇല്ല. കുടുംബജീവിതത്തിൽ ഭർത്താവിനും ഭാര്യനും ഇഷ്ടമാണോ? ഇഷ്ടമാണ്. സ്നേഹമുണ്ടോ? ആലോചിച്ചിട്ട് വേണം. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ചിലർക്ക് ചില ഇഷ്ടങ്ങൾ തോന്നും, പക്ഷെ സ്നേഹം തോന്നണമെന്നില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ തോന്നേണ്ടത് വെറും ഇഷ്ടമല്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ തോന്നേണ്ടത് സ്നേഹമാണ്. ആ സ്നേഹം എപ്രകാരമുള്ള സ്നേഹമാ? അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പസ്തോലൻ. അത് മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹം. അത് സഹിച്ചുകൊണ്ടുള്ള സ്നേഹ, ക്ഷമിച്ചുകൊണ്ടുള്ള സ്നേഹ. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ ആ സ്നേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്? നമ്മുടെ കുടുംബത്തിൽ ഇന്ന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് ഇഷ്ടമാണോ? സ്നേഹമാണോ? സഹിക്കാൻ തയ്യാറുണ്ടോ? കഷ്ടപ്പെടാൻ തയ്യാറുണ്ടോ? ഞാനിവിടെ പാവപ്പെട്ട ഈ അപ്പാപ്പനൊക്കെ അമ്മേനെയൊക്കെ ശുശ്രൂഷിക്കാണ്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. വർഷങ്ങളായിട്ട് കിടപ്പായവരെ, ആ ജീവിത പങ്കാളികള് തങ്ങളുടെ സ്വന്തമായി കരുതി, തങ്ങളുടെ രക്തമായി കരുതി, തങ്ങളുടെ മജ്ജയായി കരുതി ശുശ്രൂഷിക്കുന്നത് എത്ര കിടന്നാലും മടുപ്പില്ല. ഇന്ന് ചിന്തിച്ചു നോക്ക്, അത് സ്നേഹമാണ്, സഹിച്ചുകൊണ്ടുള്ള സ്നേഹം. ഇന്ന് 4 ദിവസം കിടക്കട്ടെ അപ്പൻ, 4 ദിവസം കിടക്കട്ടെ അമ്മ. എന്താ ചെയ്യ? മാരണം. നേരത്തെ ആദ്യത്തെ ദിവസം വയലിനച്ഛൻ പറഞ്ഞ പോലെ വല്ല ഉത്തിരിപ്പ് കട ഉണ്ടോന്ന് അന്വേഷിക്കാൻ തുടങ്ങും. ഈ ചില അച്ഛന്മാര് പോയി ആശീർവദിച്ച പെട്ടെന്ന് മരിക്കും. ഇതിലാരും ഇല്ല കേട്ടോ, നമ്മുടെ മിഷനിൽ ആരും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആരും നമ്മുടെ അച്ഛന്മാരുടെ അടുത്തേക്ക് ചെല്ലണ്ട. അതേസമയം ചിലർ ചെന്നാല് അങ്ങനെയുള്ള അച്ഛന്മാരെ അന്വേഷിച്ച് നടക്കുക. ഒരൊറ്റ ആശീർവാദം കൊടുത്താൽ ഈ മരണം ഒഴിഞ്ഞു കിട്ടൂലോ. നടക്കുന്ന മക്കളുണ്ട്. ഈ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ, എൻ്റെ പൊന്നു മോനെ, എനിക്ക് അതിനുള്ള പ്രാപ്തിയൊന്നുമില്ല. നിന്റെ അമ്മേനെ കൊല്ലാനുള്ള പ്രാപ്തിയൊന്നും, ഈ ഒരു ആശീർവാദം കൊണ്ട് കൊല്ലാനുള്ള പ്രാപ്തിയൊന്നും എനിക്കില്ല. നോക്കട കഷ്ടപ്പെട്ട് നിന്നെ 10 മാസം ചുമന്ന് നിന്റെ ചന്തി കഴുകി നിന്നെ കുളിപ്പിച്ച് നിന്നെ കഷ്ടപ്പെടുത്തി നിന്നെ വളർത്തിയ നിന്റെ അമ്മയെ നോക്കാൻ, നിന്റെ അപ്പനെ നോക്കാൻ നിനക്ക് പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കട പറ്റുക? എനിക്ക് കുഴപ്പമില്ല അച്ഛാ, ഞാൻ ഒരെണ്ണത്തിനെ കെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്, അത് എനിക്ക് കുരിശാണ് അച്ഛാ, അവൾ ഇതൊന്നും ഏക്കൂല്ല അച്ഛാ. ഇവിടെ ഇരിക്കുന്നില്ലേ
കെട്ടിക്കൊണ്ടുവന്ന കുരിശുകളാണോ, കെട്ടിക്കൊണ്ടുവന്ന രക്ഷകകളാണോ ഇവിടെ ഇരിക്കുന്നവരെന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം പറയുന്നത് അച്ഛൻ, നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. പിന്നെ കർത്താവിൻ്റെ സ്നേഹം അതാ കുടുംബത്തിലുണ്ടാകേണ്ടത് കേട്ടോ. പല കുടുംബങ്ങളിലെ ഏകാന്തതയാ, എല്ലാ കുടുംബങ്ങളിലും ഏകാന്തത. നേരം പോണില്ല, എങ്ങനെ ഏകാന്തത? പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക, ഈ ഏകാന്തതയെ ചൂഷണം ചെയ്യാൻ നടക്കുന്ന ചില ചൂഷകരുണ്ട്. അവര് പണം നീട്ടും, ഏകാന്തത മാറ്റും, പക്ഷേ ജീവിതം കളയും, ജീവൻ കളയും. കഥകൾ കുറെ നമ്മൾ നമ്മുടെ പത്രങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഏകാന്തത അകറ്റാൻ വേണ്ടിയിട്ട് അടുത്ത് ചെന്ന് അവസാനം ജീവനെടുത്ത് കൊണ്ടുപോകുന്ന കഥകള് നമ്മുടെ പത്രങ്ങളിൽ ഉയരുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഓർക്കുക, നമ്മുടെ ഏകാന്തതയെ ചൂഷണം ചെയ്യാൻ ആരും വേണ്ട. നമുക്ക് തമ്പുരാൻ കർത്താവുണ്ട്, നമുക്ക് ഷാലോൺ ടി വി ഉണ്ട്, നമുക്ക് ഗുഡ്നസ് ടി വി ഉണ്ട്. അതുപോലെയുള്ള തമ്പുരാന്റെ വചനങ്ങളും ചിന്തകളും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറക്കി നൽകുന്ന, ഒഴിച്ചിട്ട് തരുന്ന ആ നല്ല ദൈവിക ചിന്തകളുടെ അതൊക്കെ നമ്മുടെ ഏകാന്തതയെ കളയാനുള്ളതാ. പ്രായമായവർക്കുള്ളവർ മാത്രമല്ല, അത് ചെറുപ്പക്കാർക്കും കൂടി അത് വേണ്ടതാ. നമുക്കും ഏകാന്തതയുണ്ടെങ്കിൽ അതിന് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മെ ഒത്തിരി ശക്തിപ്പെടുത്തുകയാണത്. പക്ഷേ ആ ഏകാന്തതയെ ചൂഷണം ചെയ്യാനായിട്ട് ആരും ഉണ്ടാകരുത്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ കാര്യം നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ നിർത്തുക. To maintain joyful family requires much from both the parents and the children. Each member of the family has to become, in a special way, the servant of others. ഇതാണ് പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്. Each member in a family should be the servant of others. ശുശ്രൂഷിക്കാൻ, ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷിക്കണം, ഭർത്താവ് ഭാര്യയെ ശുശ്രൂഷിക്കണം. അങ്ങനെ ശുശ്രൂഷയുടെയും പങ്കുവെപ്പിന്റെയും വിശുദ്ധ കർത്താവ്, നമ്മുടെ പരിശുദ്ധ കർത്താവ്, ആ കർത്താവ് നമ്മെ കാണിച്ചു തന്ന ആ കാല് കഴുകിയ ഇടമുണ്ടല്ലോ, ആ മുറിച്ച് പങ്കുവെച്ച ഇടമുണ്ടല്ലോ, ആ ഇടമാകണം നിങ്ങളുടെ കുടുംബം. അവിടെയാണ് നിന്റെ കുടുംബം വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും കൂടാരമായിട്ട് മാറുക. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു